3 തവണ LDF MLA ആയിരുന്ന എസ് രാജേന്ദ്രൻ ഇത്തവണ ദേവികുളത്ത് NDA സ്ഥാനാർത്ഥിയാണ്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ മാത്രമേ ദേവികുളത്തെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ എന്ന് എസ് രാജേന്ദ്രൻ അമൃത വാർത്തകളോട് പറഞ്ഞു. 3 തവണ ദേവികുളം MLA ആയിരുന്ന എസ് രാജേന്ദ്രൻ ഇത്തവണ NDA സ്ഥാനാർത്ഥിയാണ്. 3 തവണ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു, ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയാണ്. എന്ത് തോന്നുന്നു? അതിൽ പ്രത്യേക കൗതുകത്തിൻ്റെ കാര്യമൊന്നുമില്ല, അനുഭവത്തിൻ്റെ ഒരു പ്രതികരണമാണെന്ന് കണക്കാക്കിയാൽ മതി. അതിനിപ്പം ഒരു പാർട്ടിയിൽ തുടർന്നിരുന്നത് കൊണ്ട് മാറ്റമല്ല. അനുഭവങ്ങളെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞല്ലോ, അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 5 വർഷക്കാലം സൈലൻ്റായി തന്നെയാണ് ഇരുന്നത്. വല്ല കല്യാണ വീട്, മരണ വീടുകൾ, വോട്ടർമാരുടെ എന്തെല്ലാം ആവശ്യങ്ങൾ, അങ്ങനെ രാഷ്ട്രീയമല്ലാത്ത ഒരു പൊതുജീവിതമായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു ഭൗതിക സാഹചര്യങ്ങൾ, ഒപ്പം നിന്നവർ, സുഹൃത്തുക്കൾ, സൗഹൃദമുള്ളവരെല്ലാം ഒരുപാട് കാര്യങ്ങൾ കുറേ നാളുകളായി സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതു താല്പര്യം മുൻനിർത്തി കേരള സംസ്ഥാനം ഇടപെടാൻ കഴിയാത്ത സാമൂഹ്യ വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭ്യമാകുന്നതിനെ ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ഏറ്റെടുത്താൽ എന്താണ് പ്രശ്നം എന്ന ചോദ്യം ഒരു കൊല്ലമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയങ്ങൾ നടന്നു. അങ്ങനെ ഒറ്റക്കെട്ടായി ഒപ്പം നിൽക്കുന്നവരുമെല്ലാം തന്നെ നടക്കും. അങ്ങനെ കോൺഗ്രസിലും ഉണ്ടായിരുന്നു. പിന്നെ അത് ഇപ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തതാണ്. അതൊരു പൊതു താല്പര്യത്തിനാണ്, മത്സരത്തിന് വേണ്ടിയിട്ടല്ല, ഒരു അധികാര മോഹത്തിലുമല്ല. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ വന്നു. തെരഞ്ഞെടുപ്പിൽ ആ ആവശ്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് വനവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ജില്ലയിൽ. അത് ഗതാഗതമാകട്ടെ, പട്ടയഭൂമി വനം അപഹരിക്കുന്നതാകട്ടെ, വന്യജീവികളുടെ പ്രശ്നങ്ങളാകട്ടെ, അതൊന്നും പരിഹരിക്കാനാവില്ല. ജനിച്ച വർഗം എന്നുള്ള മൾട്ടിൽ തോട്ടം തൊഴിലാളികൾ താമസ സൗകര്യം അടക്കം, അവരുടെ ആരോഗ്യ പരിപാലനം അടക്കമുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നമുണ്ട്. അതെല്ലാം എനിക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ അതെല്ലാം പിന്നെയുള്ളത് ജാതി സർട്ടിഫിക്കറ്റാണ്. ആ ജാതി സർട്ടിഫിക്കറ്റ് മൗലികമായ പ്രശ്നമാണ്. ഈ 3 കാര്യങ്ങളും ഒരു കാരണവശാലും കേരള സർക്കാർ LDF വന്നാലും UDF വന്നാലും പരിഹരിക്കാനാവില്ല എന്നുള്ളത് പൊതുവിൽ ചിന്തിക്കാവുന്ന ആർക്കും അറിയാം. അതുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലേലും 15 വർഷക്കാലം MLA ആണ്, 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്തിലാണ്, 40 വർഷക്കാല പൊതുജീവിതമാണ്. അതിൻ്റെ നിലവാരം വെച്ച് മനസ്സിലാക്കിയാൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരി സേവനമാണ്. ആ സേവനം ജനങ്ങൾക്ക് എവിടെ നിന്ന് ലഭ്യമാകണമെങ്കിലും അത് കൊടുക്കാനുള്ള ബാധ്യത 4 വട്ടം ജയിച്ചു എന്നുള്ള നിലയ്ക്ക് എന്നെ ആളുകൾ, എന്നോടൊപ്പമുള്ളവർ ബോധ്യപ്പെടുത്തി, ഉപദേശിക്കുന്നവർ ഉപദേശിച്ചു. വിജയപരാജയങ്ങൾ വേറെ, പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടില്ല. ജനങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം, വിജയിപ്പിക്കാം. ആണേലും ഇല്ലേലും നമ്മൾ അവർക്ക് ചെയ്യേണ്ട ദൗത്യങ്ങൾ BJP-യുമായി സംസാരിച്ച ധാരണയിൽ നടത്തി കൊടുക്കും. ഈ BJP-യിലേക്ക് ചേരുമ്പോൾ ആദ്യം മത്സരരംഗത്തേക്ക് ഇല്ല എന്നൊരു തീരുമാനമാണ് ആദ്യം പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും മത്സരിക്കാൻ തയ്യാറായത്? ഇപ്പോഴും അത് തന്നെ. നമ്മൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടി പോയാലും അവർക്ക് വിധേയരാകേണ്ട ബാധ്യതയുണ്ട്. പറ്റത്തില്ല എന്ന് പറഞ്ഞാലും മേളിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് നിൽക്കണമെന്ന് നിർബന്ധം പറയുമ്പോൾ ഒരു പാർട്ടിയിൽ നമ്മൾ അംഗമായി ചേരുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത് ബാധ്യതയാണ്, അല്ലാണ്ട് ആഗ്രഹം കൊണ്ടിട്ടല്ല. ഇത്തവണ എതിരായിട്ട് നിൽക്കുന്ന 2 രാജാമാരാണ്. 2 രാജാമാർക്കിടയിലാണ് രാജേന്ദ്രൻ. യെസ്, അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, രാജേന്ദ്രൻ എന്നതിനകത്ത് പറയുന്നുണ്ടല്ലോ. രാജാക്കന്മാരുടെയും കുറച്ച് അക്ഷരവും എല്ലാം കൂടെ ഇച്ചിരി നീട്ടിയിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രൻ തന്നെ. അങ്ങനെയാണ്. 2 രാജാമാരാണ് LDF-ലും UDF-ലും മത്സരിക്കുന്നത്. ഇതിനിടയിൽ ഇന്ദ്രനായി മാറുമെന്നാണ് എസ് രാജേന്ദ്രൻ്റെ അവകാശവാദം. ദേവികുളത്തു നിന്നും MC ബോബൻ, അമൃത ന്യൂസ്.